ഫ്രണ്ട്സ്, ഇടിമിന്നലേറ്റ ഒരു പ്ലെയിനിൽ നിന്നും 3000 അടി താഴേക്ക് വീണിട്ടും സർവൈവ് ചെയ്ത ആരെങ്കിലും കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ ശരിക്കും അങ്ങനെ സർവൈവ് ചെയ്ത ഒരു 17 വയസ്സുള്ള പെൺകുട്ടിയുണ്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജൂലിയൻ കോപ്പാക്കിന്റെ കഥയാണ്. 1954 ഒക്ടോബർ 10 ജനിച്ച ജൂലിയൻ മാർഗരറ്റ് കോപ്പക് മറിയ ആൻഡ് വില്യം ഹാൻസ് കോപ്പക്കിന്റെ ഒരേ ഒരു മകളായിരുന്നു. ഇവർ രണ്ടുപേരും പെറുവിലെ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ സുവോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. കുട്ടിക്കാലം മുതലേ സയൻസും പ്രകൃതിയും എല്ലാം ജൂലിയന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. പ്ലേ ഗ്രൗണ്ട്സിനെക്കാളും കൂടുതൽ അവൾ സ്പെസിമെൻസ്, ഫോറസ്റ്റ്, ഫീൽഡ് റിസർച്ച് എന്നിവ കണ്ടാണ് വളർന്നത്. 14 വയസ്സുള്ളപ്പോൾ ജൂലിയൻ പാരൻസിന്റെ കൂടെ ആമസോൺ ഫോറസ്റ്റിൽ പെങ്ക്വാന റിസർച്ച് സ്റ്റേഷൻ സ്ഥാപിക്കാനായിട്ട് പോയി. അവിടെ നിന്നാണ് കാട്ടിലെ കഠിനമായ പരിസ്ഥിതിയിൽ എങ്ങനെ സർവൈവ് ചെയ്യാമെന്ന് അവൾ പഠിച്ചത്. പിന്നീട് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ലിമയിലേക്ക് തിരിച്ചു വരണമെന്ന് സ്കൂൾ അതോറിറ്റീസ് തറപ്പിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ അവൾ നാട്ടിലേക്ക് എത്തി. 1971 ഡിസംബർ 23 ജൂലിയൻ പഠനം പൂർത്തിയാക്കി. അവളുടെ അമ്മയ്ക്ക് നേരത്തെ തന്നെ ഫോറസ്റ്റിലേക്ക് റിട്ടേൺ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ജൂലിയന്റെ ഒരേ ഒരു നിർബന്ധപ്രകാരം അവളുടെ ഗ്രാജുവേഷൻ വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ആ റിട്ടേൺ ട്രിപ്പ് ഡിസംബർ 24 ലാൻസ 508 എന്ന് പറയുന്ന ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്തു. ആ എയർലൈൻ്റെ സേഫ്റ്റി റെക്കോർഡ് വളരെ മോശമായത് കാരണം ആ ഫ്ലൈറ്റിൽ വരരുതെന്ന് അവളുടെ അച്ഛൻ വാൺ ചെയ്തു. പക്ഷേ മറ്റുള്ള ഫ്ലൈറ്റ്സ് എല്ലാം ഫുള്ളി ബുക്ക്ഡ് ആയതുകൊണ്ട് അവർ ആ ഫ്ലൈറ്റിൽ തന്നെ കയറി. പകുതി വഴിക്ക് തന്നെ ഒരു ഭീകരമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റിൽ ഫ്ലൈറ്റ് പെടുകയും പെട്ടെന്ന് തന്നെ ലൈറ്റ്നിങ് വീഴുകയും ചെയ്തു. ആകാശത്ത് വച്ച് തന്നെ ഫ്ലൈറ്റ് പല പാർട്ടായി മുറിയാൻ തുടങ്ങി. അകത്തിരുന്ന പാസഞ്ചേഴ്സ് ഒന്നും ചെയ്യാനാകാതെ നിലവിളിച്ചു. ജൂലിയൻ ഇരുന്ന റോയിലെ 3 സീറ്റ് ഉൾപ്പെടെ പ്ലെയിനിൽ നിന്ന് കട്ടായി കൊടുങ്കാറ്റിൽ കറങ്ങി 3000 മീറ്റർ താഴെയുള്ള റെയിൻ ഫോറസ്റ്റിലേക്ക് വീണു. എന്തോ ഭാഗ്യം കൊണ്ട് ആ വീഴ്ചയിലെ മരണത്തിൽ നിന്നും ജൂലിയൻ രക്ഷപ്പെട്ടു. ബോധം വീണപ്പോൾ ആ ഫോറസ്റ്റിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു. അവളുടെ കോളർ ബോൺ ബ്രോക്കൺ ആയിരുന്നു. അതുപോലെ ദേഹത്ത് ആഴമേറിയ മുറിവുകൾ ഉണ്ടായിരുന്നു. കാൽമുട്ട് ഡാമേജ്ഡ് ആയിരുന്നു. അതുമാത്രമല്ല കൺകഷനും ഉണ്ടായിരുന്നു. ആ സമയത്ത് കുട്ടിക്കാലത്ത് പഠിച്ചതിൽ നിന്ന് ഒരു സ്മാർട്ടായ കാര്യം അവൾ ചെയ്തു. അവൾ നിന്ന സ്ഥലത്തുള്ള ഒരു ചെറിയ അരുവിയെ ഫോളോ ചെയ്ത് അവൾ നടന്നു. അത് ജനവാസമുള്ള സ്ഥലത്ത് എത്തിക്കുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. സീരിയസ് പെയിനും വിശപ്പും മുറിവിലൊക്കെ പ്രാണികളുടെ ശല്യവും സഹിച്ച് ആ കാട്ടിലൂടെ പേടിച്ച് അവൾ 11 ദിവസം നടന്നു. അവളുടെ മുറിവുകളെല്ലാം തന്നെ ബോട്ട്ഫ്ലൈ ലാർവെ കൊണ്ട് ഇൻഫെക്ഷനായി. മുറിവുകളിലേക്ക് അത് തുളച്ചു കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ 9ാം ദിവസം മരം മുറിപ്പുകാരുടെ ഒരു എംപ്റ്റി ആയിട്ടുള്ള ക്യാമ്പിൽ അവളെത്തി. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ജോലിക്കാർ അവിടെ എത്തി അവളെ കാണുകയും അവളുടെ മുറിവിനെ ഗ്യാസോലിൻ കൊണ്ട് ട്രീറ്റ് ചെയ്യുകയും പിന്നീട് വള്ളത്തിലൂടെ 11 മണിക്കൂർ ട്രാവൽ ചെയ്ത് ജനവാസമുള്ള ഒരു സ്ഥലത്ത് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു അപകടത്തിൽ നിന്നും അവൾ രക്ഷപ്പെട്ടു. പിന്നീട് മനസ്സിലായി പ്ലെയിൻ ക്രാഷിൽ നിന്നും രക്ഷപ്പെട്ട ചിലർ രക്ഷാപ്രവർത്തനത്തിനായി വെയിറ്റ് ചെയ്താണ് മരിച്ചത്. ജൂലിയന്റെ അമ്മയെയും ആ വിക്ടിംസിന്റെ കൂട്ടത്തിൽ നിന്നും കിട്ടി. ആരോഗ്യം റിക്കവർ ആയ ശേഷം ആ പ്ലെയിൻ ക്രാഷ് സൈറ്റ് ലൊക്കേറ്റ് ചെയ്യാൻ ജൂലിയൻ സഹായിക്കുകയും പിന്നീട് ജർമ്മനിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അവൾ പാരൻസിന്റെ പാത തുടരുകയും ബയോളജിയിൽ ഒരു ഡോക്ടറേറ്റ് നേടുകയും പിന്നീട് പെറുവിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇന്ന് ബാക്സിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു റെസ്പെക്റ്റഡ് മാമോളജിസ്റ്റാണ് ജൂലിയൻ. ജൂലിയൻ കോപ്പക്കിന്റെ സ്റ്റോറി നമ്മെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അറിവ്, ധൈര്യം ആൻഡ് പ്രതിരോധശേഷി ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്പോസിബിളായ കാര്യത്തെ പോലും ഓവർകം ചെയ്യാൻ പറ്റും. സോ ജീവിതം എത്ര കഠിനമായാലും പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്.